നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 മകരമാസം 3-ാം തീയതി, അതായത് 2025 ജനുവരി മാസം 16-ാം തീയതി വ്യാഴാഴ്ചയാകുന്നു. ഗുരുവാരം എന്ന് നാം പറയും. ജ്യോതിഷചക്രത്തിൽ വളരെയധികം സ്വാധീനമുള്ളൊരു ഗ്രഹമാകുന്നു വ്യാഴം. ഒരു ജ്യോതിഷി കബഡി വെക്കുമ്പോൾ തന്നെ വ്യാഴത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ആ രാശിക്ക് ബലമുണ്ട്. എത്ര തരം പ്രയാസങ്ങൾ വന്നാലും വ്യാഴദൃഷ്ടിയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും അനായാസമായി തരണം ചെയ്യാൻ പറ്റുമെന്നാണ് ആചാര്യർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യവും ചൈതന്യവുമുള്ള ഗ്രഹമാകുന്നു ധിഷണൻ, ബൃഹസ്പതി എന്നൊക്കെ നാം വിളിക്കുന്ന ഗുരു എന്ന് വിളിക്കുന്ന വ്യാഴം. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:51 അസ്തമയം വൈകിട്ട് 6:18 നാളത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു. ശുഭകാര്യങ്ങളൊന്നും നാം രാഹുകാലത്ത് ചെയ്യാറില്ല. നാളത്തെ നക്ഷത്രമായ ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം കാലത്ത് 11:25 വരെയാണ്. ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു ആയില്യം നക്ഷത്രം. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു. യാത്ര പോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത നക്ഷത്രമാകുന്നു ആശ്ലേഷം എന്ന ആയില്യം നക്ഷത്രം. അതിനാൽ ശുഭകാര്യങ്ങൾ നാളെ 11:25 വരെ നാം അനുഷ്ഠിക്കേണ്ടതില്ല, അതിനായി ഒരുങ്ങേണ്ടതില്ല. അതിനുശേഷം ശക്തമായ മകൻ നക്ഷത്രത്തിൻ്റെ സാന്നിധ്യമാണ് പിന്നെ വരുന്നത്. നാളത്തെ തിഥിയും വളരെ അനുകൂലമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. അതിനാൽ എല്ലാ ശുഭകാര്യങ്ങളും നിങ്ങൾക്ക് നാളെ 12:15 മുതൽ 1:30 വരെയുള്ള സമയം അനുഷ്ഠിക്കാവുന്നതാണ്. വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ശുഭത്വം നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കുന്നു. മകൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3:45 നാഴിക ഒഴിവാക്കിക്കൊണ്ടുള്ള സമയമാണ് എൻ്റെ പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത്. നാളെ വ്യാഴാഴ്ചയാണ്, ആയില്യം നക്ഷത്രവുമാണ്. അതിനാൽ നാളെ കാലത്ത് വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി അല്ലെങ്കിൽ ശ്രീരാമസ്വാമിക്ക് ദർശനം നടത്തി അവിടെ പാൽപ്പായസം പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യാം. വൈകിട്ട് നിർബന്ധമായും സർപ്പക്ഷേത്രത്തിൽ സന്ദർശിക്കുക. അവിടെ ആയില്യ പൂജ, സർപ്പബലി അല്ലെങ്കിൽ 100 പാലും നാഗങ്ങൾക്ക് അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്ത് വൈകിട്ടത്തെ മകൻ നക്ഷത്രത്തിന് നിങ്ങൾക്ക് രാഹുവിൻ്റെ അനുഗ്രഹം വാങ്ങാൻ ശ്രമിക്കണം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ ഒരു നല്ല നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.